ടെൻത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അരിതമെറ്റിക് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് നമ്പർ സീക്വൻസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്നിട്ട് ശേഷം വേണം അരിതമെറ്റിക് സീക്വൻസിലോട്ട് പോകാൻ. ഓക്കെ, സോ ഒരു സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് and so on according to some rules is called a number sequence. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ്. കുറച്ച് നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. അതായത് കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷേ അതിനൊരു പെർട്ടിക്കുലാരിറ്റി ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന എന്താണ്, ഒരു ഓർഡറിലാണ്. ആ ഓർഡർ എങ്ങനെയാണ്? ആദ്യം ഫസ്റ്റ് നമ്പർ എഴുതും, പിന്നെ സെക്കൻഡ് നമ്പർ എഴുതും, പിന്നെ തേർഡ് നമ്പർ എഴുതും. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ അറേഞ്ച് ചെയ്യുന്ന പോലെ ആദ്യം ഒരു നമ്പർ, പിന്നെ രണ്ടാമതൊരു നമ്പർ, പിന്നെ മൂന്നാമതൊരു നമ്പർ. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അക്കോർഡിംഗ് ടു സം റൂൾസ്, ചില റൂൾസുകൾ അവിടെ നിർബന്ധമായിട്ടും പാലിക്കണം. ഓക്കെ, സോ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് ഓർഡറിലായിട്ട് എഴുതുന്നു. ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ. പക്ഷെ ആ എഴുതുന്ന ഓർഡറിൽ എന്തുണ്ടായിരിക്കും, ഒരു റൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഇനി നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1, 4, 9, 16. ഓക്കെ, സോ ഈ നമ്പറുകൾക്ക് ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. സോ അടുത്ത നമ്പർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, ഈ നമ്പർ എന്ത് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്നതും തമ്മിലൊരു ബന്ധമുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ 1 എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിൻ്റെ സ്ക്വയറാ, 1ൻ്റെ സ്ക്വയറാ. അതേപോലെ തന്നെ 4 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയറാ, 2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 9 എന്ന് പറയുന്നതോ 3യുടെ സ്ക്വയറാണ്. 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മേലത്തെ നമ്പേഴ്സ് ഒന്ന് നോക്കിക്കേ, 1, 2, 3, 4. സ്വാഭാവികമായിട്ടും അടുത്ത നമ്പർ എന്തായിരിക്കും, 5 ആയിരിക്കും. 5 എഴുതി കഴിഞ്ഞാൽ ആൻസർ ശരിയാവോ? ഇല്ല. 5 എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം അല്ലേ. ആദ്യം 1 സ്ക്വയർ, പിന്നെ 2 സ്ക്വയർ, പിന്നെ 3 സ്ക്വയർ, പിന്നെ 4 സ്ക്വയർ, പിന്നെ 5 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 5ൻ്റെ സ്ക്വയർ ആയിരിക്കും അടുത്ത നമ്പർ വരിക. 5ൻ്റെ സ്ക്വയർ ഏതാ, 5 × 5 അല്ലേ. 5 × 5 = 25. ഓക്കെ, അടുത്ത ആൻസർ അപ്പോൾ എന്തായിരിക്കും, 25 ആയിരിക്കും. നോക്കിക്കേ, കണ്ടോ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു കുറച്ച് നമ്പേഴ്സ് സീക്വൻസ് ആയിട്ട് എഴുതിയേക്കുക. ഇവിടുത്തെ റൂൾ എന്താ, ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എന്തായിട്ട് എഴുതിയേക്കുക, ഓർഡർ ആയിട്ട് എഴുതിയേക്കുക. സോ അതാണ് അവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമ്പർ ആദ്യം എഴുതി, രണ്ടാമത്തെ നമ്പർ എഴുതി, മൂന്നാമത്തെ നമ്പർ എഴുതി, അങ്ങനെ അങ്ങനെ എഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ എന്താണ്, സ്ക്വയർ നമ്പേഴ്സ് ആണ് എഴുതി പോകുന്നത് എന്നുള്ളതാണ് അവിടുത്തെ റൂള്. സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണ്. ഓക്കെ, 1, 3, 6, 10. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ നോക്കിക്കോ. 1 എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, പക്ഷെ 3 എന്ന് പറയുന്നത് എന്തല്ല, 2ൻ്റെ സ്ക്വയർ അല്ല അല്ലേ. അപ്പോൾ ഇവിടെ എന്തല്ല, റൂൾ എന്ന് പറയുന്നത് എന്തല്ല, സ്ക്വയർ അല്ല. അതായത് എപ്പോഴും സ്ക്വയർ നമ്പേഴ്സ് തന്നെ യൂസ് ചെയ്യണം എന്ന റൂള് ഇല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എന്തുണ്ടായാൽ മതി, റൂൾ ഉണ്ടായാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കി, 1 എന്ന് പറയുന്നത് 3 ആവാൻ വേണ്ടിയിട്ട് എത്ര കൂട്ടണം, +2 കൂട്ടണം. ഓക്കെ ആണല്ലോ. ഇനി 3 എന്നുള്ളത് 6 ആവാൻ വേണ്ടിയിട്ട് എത്ര കൂട്ടണം, +3 കൂട്ടണം അല്ലേ. 6 എന്നുള്ളത് 10 ആവാൻ വേണ്ടിയിട്ട് എത്ര കൂട്ടണം, +4 കൂട്ടണം. ഓക്കെ ആണല്ലോ. ഇനി മേലെ എഴുതിയേക്കുന്ന നമ്പർ ഒന്ന് നോക്കി നോക്കി, 2, 3, 4. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും കൂട്ടേണ്ടി വരിക, 5 അല്ലേ. അപ്പോൾ 10ൻ്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെക്സ്റ്റ് ആൻസർ കിട്ടും. സോ 10 + 5 = 15 അല്ലേ. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും, 15 ആയിരിക്കും. നോക്കിക്കേ, കണ്ടോ, അടുത്ത നമ്പർ എന്താണ്, 15 ആണ്. ഓക്കെ, സോ ആദ്യത്തെ സീക്വൻസിലെ റൂൾ എന്ന് പറയുന്നത് സ്ക്വയർ നമ്പേഴ്സും, രണ്ടാമത്തെ എന്താ, നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 2. 2ൽ നിന്ന് തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സിനെ ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് പോകുന്നതാണ് അവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരെണ്ണം നോക്കി, അടുത്തൊരെണ്ണം വന്നിരിക്കുന്നത് 1, 3, 7, 13. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 1ൻ്റെ കൂടെ എന്ത് കൂട്ടി, 2 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി, 3 കിട്ടി അല്ലേ. ഇനി 3ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോൾ 7 കിട്ടണേ, +4 ആണ് അല്ലേ. ഇനി 7ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോൾ 13 കിട്ടുന്നത്,
66 ആണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ആ മേലത്തെ നമ്പേഴ്സ് ഒന്ന് നോക്കിക്കേ. 2 4 6 ഇവരൊക്കെ എന്ത് നമ്പേഴ്സാണ്? ഈവൺ നമ്പേഴ്സാണ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ഈവൺ നമ്പർ ഏതാ? 6 കഴിഞ്ഞ അടുത്തത് ഏതാ? 8 ആണ്. അങ്ങനെയാണെങ്കിൽ 13ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 8 കൂട്ടിയാൽ മതി അല്ലേ? സോ 13 + 8 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 21 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? സോ ആൻസർ എന്തായിരിക്കും? 21. നോക്കിക്കേ. ഓക്കെ, 21 ആണ്. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ജസ്റ്റ് 3 സീക്വൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൽ ഒന്നാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ക്വയർ നമ്പേഴ്സിനെ എങ്ങനെ എഴുതി പോകുന്നതായിരുന്നു അവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്തായിരുന്നു? 1 2 3 അല്ലെങ്കിൽ 2ൽ നിന്ന് തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകാനും. മൂന്നാമത്തെ എന്തായിരുന്നു? ഈവൺ നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകാം. ഇങ്ങനെ ആഡ് ചെയ്യുന്നത് മാത്രമല്ല, മൾട്ടിപ്ലൈ ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, അങ്ങനെ ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ചെയ്യാം. പക്ഷെ അവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു റൂൾ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ? ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പേഴ്സ് ഓർഡറിൽ എഴുതുന്നു. ആദ്യം ഒന്നാമത്തെ നമ്പർ, പിന്നെ രണ്ടാമത്തെ നമ്പർ, പിന്നെ മൂന്നാമത്തെ നമ്പർ, അങ്ങനെ എഴുതി പോകുമ്പോൾ അവിടെ പെർട്ടിക്കുലർ ആയിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു റൂൾ ഉണ്ടായിരിക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് ഫിഗേഴ്സിൽ എന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം ഇവിടെ കാണിച്ചേക്കാം. ഇത് നോക്കാം. ഒന്നാമത്തെ ഫിഗർ നോക്കിക്കേ. ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, ഒരു പെൻഡഗൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ. പോളിഗൺസ് ആണ് അല്ലേ? നമ്മൾ എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തതിൽ ട്രയാങ്കിൾ എത്ര വശമുണ്ട് നോക്കിയൊക്കെ? 3 വശമുണ്ട് അല്ലേ? സ്ക്വയർ ആണെങ്കിലോ അതിന് 4 വശമുണ്ട്. ഓക്കെ, പെൻഡഗൺ ആണെങ്കിൽ അതിന് 5 വശമുണ്ട്. സോ നമ്പേഴ്സ് ഒന്ന് നോക്കിക്കേ. 3 4 5. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 6 ആയിരിക്കും. 6 വശമുള്ള പോളിഗണിൻ്റെ പറയുന്ന പേരെന്താ? ഹെക്സഗൺ ആണ്. ഓക്കെ, സോ നോക്കിക്കേ, കണ്ടോ? ഹെക്സഗൺ ആണ് അവിടെ. ഓക്കെ, സോ അവിടെയും എന്താണ്? ഒരു പെർട്ടിക്കുലർ നമ്പറുമായിട്ട് അതിനെന്ത് ചെയ്തേക്കുക? ബന്ധിപ്പിച്ചേക്കുവാണ്. ഓക്കെ, ഇനി താഴെ അടുത്തൊരു ഫിഗർ നോക്കുകയാണെന്നുണ്ട് വെച്ചാൽ നോക്കിക്കേ. ഒന്നാമത്തതിൽ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ബബിൾ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഫിഗർ വരുമ്പോൾ നോക്കിക്കേ, ഒരു ബബിളുണ്ട്, താഴെ രണ്ടാമത്തെ റോയിൽ 2 ബബിളുണ്ട്. ഓക്കെ, സോ ഒന്നാമത്തേൽ ആകെ എത്ര മാത്രമേ ഉള്ളൂ? ഒരു റോ മാത്രമേ ഉണ്ടായിരുന്നു, ഒരു ബബിൾ മാത്രം. രണ്ടാമത്തെ വന്നപ്പോൾ 2 റോ വന്നു. ഒന്നാമത്തേൽ ഒരെണ്ണം, രണ്ടാമത്തേൽ 2 എണ്ണം. ഓക്കെ, മൂന്നാമത്തേൽ നോക്കിക്കേ, അവിടെ എത്ര റോ ഉണ്ട്? 1 2 3 റോ ഉണ്ട്. ഒന്നാമത്തേൽ ഒരെണ്ണം, രണ്ടാമത്തേൽ 2 എണ്ണം, മൂന്നാമത്തേൽ 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നാലാമത്തെ ഫിഗറിൽ എന്തായിരിക്കും? എത്ര റോ ഉണ്ടായിരിക്കും? 4 റോ ഉണ്ടായിരിക്കും അല്ലേ? ഒന്നാമത്തേൽ ഒരെണ്ണം, രണ്ടാമത്തേൽ 2 എണ്ണം, മൂന്നാമത്തേൽ 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ നാലാമത്തേൽ 4 റോ ഉണ്ടായിരിക്കും. ആ 4 റോയിൽ ഒന്നാമത്തേൽ ഒരെണ്ണം ആയിരിക്കും, രണ്ടാമത്തേൽ 2 എണ്ണം ആയിരിക്കും, മൂന്നാമത്തേൽ 3 എണ്ണം ആയിരിക്കും, നാലാമത്തേൽ എത്ര ആയിരിക്കും? 4 എണ്ണം ആയിരിക്കും. ആണല്ലോ? നോക്കിക്കും, കണ്ടോ? കറക്റ്റ് അല്ലേ? 1 2 3 4. ഓക്കെ, സോ ഇങ്ങനെ ഫിഗേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അതായിട്ട് കണക്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത്? അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. ആ കളക്ഷനെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറിൽ എഴുതുന്നു. അതിനെന്തുണ്ടായിരിക്കണം? ഒരു റൂൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സിമ്പിൾ ആണല്ലോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നമ്മൾ എന്തിലോട്ട് പോവാണ്? അരിതമെറ്റിക് സീക്വൻസിലോട്ട് പോവാണ്. ഓക്കെ, ഈ സീക്വൻസ് മനസ്സിലായവർക്ക് അരിതമെറ്റിക് സീക്വൻസ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, സീക്വൻസ് എന്ന് പറഞ്ഞാൽ അരിതമെറ്റിക് സീക്വൻസ് എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് വൺ നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഈസ് കോൾഡ് ആസ് അരിതമെറ്റിക് സീക്വൻസ്. ഓക്കെ, ടെക്സ്റ്റിലുള്ളതാണ്. ഓക്കെ, ഇതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് തന്നെയാണ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ നമ്പറിൻ്റെ കൂടെ വേറൊരു നമ്പർ ആഡ് ചെയ്താൽ നമുക്കൊരു നമ്പർ കിട്ടും. അതിൻ്റെ കൂടെ നേരത്തെ ആഡ് ചെയ്ത അതേ നമ്പർ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത നമ്പർ കിട്ടും. ആ നമ്പറിൻ്റെ കൂടെ വീണ്ടും നേരത്തെ ആഡ് ചെയ്ത അതേ നമ്പർ ആഡ് ചെയ്യുമ്പോൾ അടുത്ത നമ്പർ കിട്ടും. മനസ്സിലായോ? എന്ന് വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പമാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം? എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ പറയുമ്പോഴേ കുറച്ചും കൂടെ എളുപ്പമായിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഞാനൊരു അരിതമെറ്റിക് സീക്വൻസ് എടുത്തേക്കാം. 1 3 5 7 9. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ പറയാം. നോക്കിക്കേ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പറിൽ നിന്നാണ്. ഏതാ നമ്പർ? 1 ആണ്. ആണല്ലോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? 3 കിട്ടി, പിന്നെ 5 കിട്ടി, പിന്നെ 7 കിട്ടി, പിന്നെ 9 കിട്ടി. ഓക്കെ, മനസ്സിലായി കാണും അടുത്ത നമ്പർ എന്താണെന്നുള്ളത്. നമുക്ക് പറയാം, 1നോട് കൂടെ 2 കൂട്ടിയപ്പോഴാണ് എനിക്ക് 3 കിട്ടിയത്. ഓക്കെ, 3യോട് കൂടെ വീണ്ടും 2 കൂട്ടിയപ്പോൾ എനിക്ക് 5 കിട്ടി.
ഇനി 5നോട് കൂടെ വീണ്ടും 2 കൂട്ടിയപ്പോൾ എനിക്ക് 7 കിട്ടി. ഇനി 7നോട് കൂടെ വീണ്ടും 2 കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 9 കിട്ടി അല്ലേ? സോ ഇവിടെ ഞാനിങ്ങനെ കൂട്ടി 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 പോയ നമ്പർ ഏതാ? 2 ആണ് അല്ലേ? സോ ആ നമ്പറിന് വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി മുതൽ ഞാൻ കൂട്ടിപ്പോയ നമ്പർ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്നാണ് ഇനി പറയുക. സോ ആ നമ്പർ ആ പേരങ്ങ് യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ എനിക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടി. ഓക്കെ, ആ നമ്പറിൻ്റെ കൂടെ രണ്ടാമത്തെ നമ്പറിൻ്റെ കൂടെ വീണ്ടും ഞാൻ എന്താ ചെയ്യുന്നത്? നേരത്തെ കൂട്ടിയ കോമൺ ഡിഫറൻസ് തന്നെ വീണ്ടും കൂട്ടുന്നു. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ കിട്ടും. ആ മൂന്നാമത്തേൻ്റെ കൂടെ വീണ്ടും നേരത്തെ കൂട്ടിയ കോമൺ ഡിഫറൻസ് തന്നെ കൂട്ടും. അതായത് കോമൺ ആയിട്ട് അവർക്ക് എന്തേ ഉള്ളൂ? ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. അതിനാണ് കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. അങ്ങനെയാണ് വെച്ചെങ്കിൽ 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ പ്ലസ് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 + 2 = 11. അടുത്ത നമ്പർ എന്തെന്ന് കിട്ടും? 11 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഞാൻ സീക്വൻസും അരിതമെറ്റിക് സീക്വൻസും കൂടെ കമ്പയർ ചെയ്യും. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർട്ടിക്കുലർ റൂൾ ഉണ്ടെന്നുള്ളൂ. പക്ഷേ അരിതമെറ്റിക് സീക്വൻസിന് അവിടെ എന്തുണ്ടായിരിക്കണം? ആ റൂൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോമൺ ഡിഫറൻസ് ആയിരിക്കും, അല്ലാതെ വേറൊന്നും അല്ല. ഓക്കെ, സോ വ്യത്യാസം മനസ്സിലായോ? രണ്ടും തുടങ്ങുന്നത് ഒരു നമ്പറിൽ നിന്നാണ്. മറ്റേതിനാണെങ്കിൽ നമ്പർ സീക്വൻസിനാണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ റൂൾ, ആ റൂൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അരിതമെറ്റിക് സീക്വൻസിനാണെങ്കിൽ ആ റൂൾ മാറാൻ പാടില്ല. ആ റൂൾ എപ്പോഴും എന്തായിരിക്കണം? ഒരു കോമൺ ഡിഫറൻസ് ആയിരിക്കും കൂട്ടണം. എന്ന് വെച്ചിട്ട് എപ്പോഴും രണ്ടല്ല കൂട്ടേണ്ടത്, 3 ആവാം, 4 ആവാം, വേറെ നമ്പേഴ്സ് ആവാം, നെഗറ്റീവ് നമ്പേഴ്സ് ആവാം, ഇൻറ്റിജേഴ്സ് ആവാം, വാട്ട് എവർ, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ ഒരു അരിതമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ അതിന് നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവ എന്തല്ല? അരിതമെറ്റിക് സീക്വൻസ് ആവത്തില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ താഴെ ഞാൻ കൊടുത്തേക്കുന്ന സാധനം ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ, അരിതമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാനിവിടെ കൊടുത്തേക്കാണ് 1 4 8 12 16. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇത് സീക്വൻസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണേ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സീക്വൻസ് കൊടുത്തേക്കുന്നത്. ഓക്കെ, 1ൻ്റെ കൂടെ 4 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ആഡ് ചെയ്തു? 3 ആഡ് ചെയ്തു അല്ലേ? ഇനി അപ്പോൾ 1 + 3 = 4. ഇനി 4ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 7 ആണ് കിട്ടുന്നത്. ഇവിടെ കൊടുത്തേക്കുന്നത് എന്താ? 8 ആണ്. സോ അവിടെ എത്ര ആഡ് ചെയ്തേക്കുന്നത്? 4 ആഡ് ചെയ്തേക്കുന്നു. സോ ഇവിടെ രണ്ടിടത്തും കോമൺ ഡിഫറൻസ് വ്യത്യാസമാണ് അല്ലേ? സോ അവിടെ എന്തല്ല? അതൊരു അരിതമെറ്റിക് സീക്വൻസ് അല്ല. ദിസ് ഇസ് നോട്ട് എൻ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് ഇനിയിപ്പോൾ പിള്ളേർ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കി നോക്കി 4ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 8 കിട്ടി. 8ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 12 കിട്ടും. 12ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 16 കിട്ടും. പക്ഷേ അത് അരിതമെറ്റിക് സീക്വൻസ് ആണോ? അല്ല, അത് സീക്വൻസ് ആവില്ല. കാരണം എന്താ? ഒന്നാമത്തെ നമ്പറിൻ്റെ കൂടെ 3 കൂട്ടിയിട്ടുള്ളൂ, 4 അല്ല കൂട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ കോമൺ ഡിഫറൻസ് ഒരു അരിതമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ കോമൺ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? അരിതമെറ്റിക് സീക്വൻസ് ആവുള്ളൂ. ഓക്കെ ആണല്ലോ, കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒന്ന് നോക്കി, അരിതമെറ്റിക് സീക്വൻസ് ആണോ നോക്കി. സിമ്പിളായിട്ട് വേഗം നോക്കാം നമുക്ക്. 3യുടെ കൂടെ എന്ത് കൂട്ടിയപ്പോൾ 7 കിട്ടി? 4 കൂട്ടിയപ്പോൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത് 4 കൂട്ടണം കേട്ടോ. 7ൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? 11 കിട്ടി. 11ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 15 കിട്ടി. 15ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 19 കിട്ടി. ആയതുകൊണ്ട് ഇവിടെ കോമൺ ഡിഫറൻസ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ആയതുകൊണ്ട് ഇതെന്താണ്? ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ ആണല്ലോ, സിമ്പിളാണ്, മനസ്സിലായി. സോ അരിതമെറ്റിക് സീക്വൻസിൽ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അതിന് എന്ത് ആഡ് ചെയ്ത് പോകും? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകും. അവിടെ കോമൺ ഡിഫറൻസ് എല്ലാവർക്കും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഈ ഒറ്റ കാര്യം മാത്രമേ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ 2-3 ടേംസും കൂടെ പഠിപ്പിക്കാനുണ്ട്. അതുകൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ടേംസ് പഠിപ്പിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഒരു സീക്വൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. 3 7 11 15 19. നമ്മൾ നേരത്തെ കണ്ടത് താഴെ സീക്വൻസ് തന്നെ ഞാൻ കോപ്പി ചെയ്തേക്കുക. ഓക്കെ, സോ 3ൻ്റെ കൂടെ ഞാൻ എത്ര ആഡ് ചെയ്തു? 4 ആഡ് ചെയ്തപ്പോഴാണ് 7 കിട്ടി. 7ൻ്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോൾ 11 കിട്ടി. 11ൻ്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോൾ 15 കിട്ടി. 15ൻ്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോൾ 19 കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ഇതിൽ ഈ 3നെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ തുടങ്ങുന്നത്. നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ പറയുന്നതാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാധനമാണ് എന്തെന്ന് പറയുന്നത്? ടേമാണ് കോമൺ ഡിഫറൻസ്. ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചു. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ മേലെ കൂട്ടി കൂട്ടി പോകുന്ന നമ്പറാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. എങ്കിലും ഇത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമുക്ക് ചെറിയ നമ്പർ, ഇപ്പോൾ 3 7 ഒക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്തു? നമുക്ക് കയ്യിൽ എണ്ണിയിട്ടാണെങ്കിലും എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എന്നാൽ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ വന്നാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയണം. ഓക്കെ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർമുലയുണ്ട്. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു x2
മൈനസ് x1 എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേമും x1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തും, അതായത് എക്സ് ടേം ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ 1 ഇട്ടാൽ അത് ഒന്നാമത്തതും 2 ഇട്ടാൽ രണ്ടാമത്തതുമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം മൈനസ് ചെയ്യണം. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിനെ മൈനസ് ചെയ്യണം. പിള്ളേർ പൊതുവെ തെറ്റിക്കാറുള്ള സാധനം, സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ടേം ഏതാ? 7 ഇവിടെ രണ്ടാമത്തെ ടേം, മൈനസ് 3 അല്ലേ ഒന്നാമത്തെ ടേം. ഈ സീക്വൽ എത്ര കിട്ടും? 7 - 3 എത്രയാ? 4. അതാണല്ലോ നമ്മൾ മേലെ കൂട്ടിപ്പോയത്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ, സോ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളടത്തൊക്കെ 4 ഇവിടെ നോക്കിക്കേ, 19ഉം 15ഉം ഇത് രണ്ടെടുക്കുമ്പോൾ ഞാൻ ഒന്ന് കുറച്ച് നോക്കാം. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ടേമായ 19ൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പിലെ ടേമായുള്ള 15 ഞാൻ കുറച്ചു. 19 മൈനസ് 15 ഈസ് ഈക്വൽ ടു, അപ്പോഴും എനിക്ക് എന്ത് കിട്ടി? 4 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ ടേം തന്നെ വേണമെന്നില്ല. കോമൺ ഡിഫറൻസ് എവിടെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ സിമ്പിളാണ്. കോമൺ ഡിഫറൻസിൻ്റെ കൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിതമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് നമ്മൾ കുറയ്ക്കുക കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു കോമൺ ഡിഫറൻസ് കൂടെ ഒന്ന് കണ്ടുപിടിച്ച് ഞാനൊരു സീക്വൻസ് എഴുതരാം. 100, 99, 98, 97. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് 100 - 99 എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന ആൻസർ കിട്ടും. ശരിയാണോ അത്? ശരിയല്ല, അവിടെ തെറ്റുണ്ട്. എന്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് വേണം ഒന്നാമത്തെ ടേം മൈനസ് ചെയ്യാൻ. ഞാനെപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. രണ്ടാമത്തെ ടേം ഇവിടെ എവിടെയാണ്? 99 മൈനസ് ഒന്നാമത്തെ ടേം എന്താ? 100. 99 100 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? രണ്ടും വ്യത്യസ്ത ചിഹ്നം അല്ലേ? ഒന്ന് പ്ലസും ഒന്ന് മൈനസും. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാറുള്ളത്? കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. സോ 100 നിന്ന് 99 കുറയ്ക്കുമ്പോൾ 1 എന്ന ആൻസർ കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ ആരാ വരുത്? 99 100 വരുത്. 100 വരുത്. സോ 100ൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് എന്താ? മൈനസ് ആണ്. സോ എന്ത് കിട്ടും? -1 ഇവിടുത്തെ ആൻസർ. 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ എന്താണ്? തെറ്റാവും. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം എന്ന് വെച്ചാൽ തൊട്ടടുത്ത രണ്ട് ടേമുകളാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറയ്ക്കുമ്പോഴാണ് കോമൺ ഡിഫറൻസ്. സോ നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ ഫസ്റ്റ് ടേം എന്താണെന്ന് പഠിച്ചു, കോമൺ ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.